പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം. സങ്കീർത്തനക്കാരൻ പറയുന്നത് 106-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, കർത്താവിന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. ഈ പ്രഭാതത്തിൽ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് അല്പസമയം കരങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, എന്റെ കർത്താവ് നല്ലവനാണ്, എന്റെ കർത്താവ് വിശ്വസ്തനാണ്, എന്റെ കർത്താവ് മാറാത്തവനാണ്, എന്റെ കർത്താവിനെ പോലെ മറ്റാരുമില്ല. സ്തോത്രം 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 സ്തോത്രം. അവൻ ആൽഫയും ഒമേഗയും ആകുന്നു. അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാകുന്നു. അവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാകുന്നു. ഹല്ലേലൂയ. നിത്യനായവനാകുന്നു. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാകുന്നു. തളർന്നു പോകാത്ത നല്ല കർത്താവ്. സന്തോഷത്തോടെ അല്പസമയം ആ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട്, താങ്ക് യു അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട്, പാപത്തിന്റെ ചേറ്റിൽ നിന്ന് ഞങ്ങളെ കഴുകി ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. സ്വർഗീയ ഭവനക്കാരാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേ പോലെ മറ്റാരുമില്ലല്ലോ കർത്താവേ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങ് വലിയവനാപ്പ, അങ്ങ് വിശ്വസ്ത ദൈവമാപ്പ, അങ്ങ് മാറാത്ത ദൈവമാപ്പ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങളെ ഉയർത്തിക്ക്. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കാത്തു പരിപാലിച്ചതോർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കി എത്ര അത്ഭുതമായി, അതിശയമായി, ശ്രേഷ്ഠമായി കഴിഞ്ഞ പകൽക്കാലം നടത്തി. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതായതിനായി ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ. അങ്ങ് നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേസ് കർത്താവെ, അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. ആവശ്യങ്ങളിലെല്ലാം ദൈവകൃപ ഞങ്ങളോടൊപ്പം ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ പ്രാർത്ഥനയുടെ മാസം 6-ാമത്തെ ദിവസമാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അമേൻ. വചനധ്യാനത്തിലും അമേൻ ആരാധനയിലും എല്ലാം മുന്നേറുന്ന ദിവസങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അമേൻ. ലോകവ്യാപകമായി അങ്ങയുടെ മക്കളായ ഞങ്ങൾ അമേൻ പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും അങ്ങനെ വലിയ ഫേവർ ഉണ്ടാകണമേ. ആമേൻ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് നടക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ശരീരത്തിന് വലിയ വേദന അനുഭവിക്കുന്നവർ ആമേൻ ഇന്നിപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്ത് ഭയങ്കര ബേണിംഗ് സെൻസേഷനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പകൽക്കാലം ശരീരത്തിന് ബലഹീനത അനുഭവിക്കുന്നവർ, നടക്കുമ്പോൾ വീണുപോകുന്ന പോലെ തോന്നുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. പൂർണ്ണാരോഗ്യം മുതലാകട്ടെ. പല്ലുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഇന്നിരിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവിന്റെ മഹിമ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ വിടുവിക്കണം. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. എഡ്യൂക്കേഷൻ ഉള്ള വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന അഡ്മിഷൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തക്ക സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയും. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. കർത്താവിന്റെ തിരുനാമം മഹിമപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ അടുത്ത മീറ്റിംഗ്. ഇന്നലത്തെ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. നിങ്ങളിൽ ഒത്തിരി പേർ ഇന്നലെ അതിൽ പങ്കെടുത്തു. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. നാളത്തെ മീറ്റിംഗ് രാത്രി ഇന്ത്യൻ സമയം 9:30 തക്ക സമയത്ത് പങ്കെടുക്കുക. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അതൊരു ഉണർവായി മാറുവാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകും. ഇവിടെ കർത്താവ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുവാൻ ഒരു ഉദാഹരണത്തോടുകൂടെ അവൻ മനസ്സിലാക്കി തന്നതാണ്. അതായത് ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് വരുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ആരായി മാറി. ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമായി. ആമേൻ. ക്രിസ്തുവിൽ ദൈവത്തിന്റെ അവകാശിയായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി. ആമേൻ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടെയാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും മുകളിൽ നമ്മളെ ഇരുത്തുകയും ആമേൻ ക്രിസ്തുവിൽ നമുക്ക് സകല അധികാരങ്ങളും നൽകുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ തിരുവെഴുത്ത് വായിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ടെന്നും എല്ലാത്തിനും പ്രാർത്ഥിച്ചാൽ മതിയെന്ന് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കും. നല്ലതല്ലാതെ തിന്മയായിട്ടൊന്നും കർത്താവ് ചെയ്യത്തില്ലെന്ന് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കും. ആമേൻ, ആമേൻ. നന്മ മാത്രമേ കർത്താവ് ചെയ്യുകയുള്ളൂ. നമുക്ക് ദോഷമായിട്ടൊന്നും ഭവിക്കത്തില്ല. അവൻ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇതൊക്കെ നമ്മൾ കർത്താവിന്റെ വചനത്തിലൂടെ വായിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ വായിക്കും. പക്ഷേ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുന്ന പോലെ തിരുവെഴുത്തി നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രത്യേകതയാണ് കാണുന്നത്. കാരണം ദൈവത്തിന്റെ മന്ദിരമായി ഞാൻ, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. ക്രിസ്തുയേശുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ ജീവൻ എന്റെ ഉള്ളിലിരിക്കുന്നു. അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ അബ്ബാപിതാവെ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ളവനായി മാറി. ഇതൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൽ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. എന്നാൽ എന്നാ പറ്റുന്നത്? പക്ഷേ അല്പസമയം കഴിയുമ്പോൾ വചനം കേൾക്കുന്നു, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ധ്യാനിക്കുന്നില്ല. ആമേൻ, ആമേൻ. നമ്മളെ ഇന്നതാണെന്ന് മനസ്സിലായിട്ടും നമ്മളങ്ങ് മറന്നു പോവുക. കണ്ണാടി നോക്കിയപ്പോൾ എന്നെ കണ്ടു, പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഓർക്കാത്തതുപോലെ ദൈവവചനത്തിലേക്ക് നോക്കിയപ്പോൾ വചനമാകുന്ന കണ്ണാടി, ഒരു ദൈവവൈതലിന്റെ കണ്ണാടി വചനമാണ്. വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്നെ എങ്ങനെ കാണുന്നു, ദൈവം എന്നെ എങ്ങനെ അറിയുന്നു, കർത്താവിന് ഞാൻ ക്രിസ്തുവിൽ ആരായി മാറി. ഇതെല്ലാം തിരുവെഴുത്തിലാണ്. ഈ തിരുവെഴുത്ത് വായിച്ച് നമ്മളതെല്ലാം മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ അത് മറന്നു പോവുക. അങ്ങനെ ആകരുത്. അങ്ങനെ ആയാൽ നമ്മളെ ചതിക്കുക ചെയ്യുന്നത്. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവമകനാണ്, ദൈവമകളാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജീവനുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവൻ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവമക്കൾ എന്ന് പേര് പറയപ്പെടുവാൻ നമുക്ക് ഇത്ര വലിയ ഭാഗ്യം ലഭിക്കും. ഇതൊക്കെ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ സ്വർഗീയ കുടുംബക്കാരാണ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പനാണ്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ പിതാവ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക. ഇത് നമ്മൾ ധ്യാനിക്കുകയും ഇത് തന്നെ പറയുകയും ഇത് തന്നെ വിശ്വസിക്കുകയും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. നമ്മൾ കണ്ണാടി കണ്ടു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ സൗന്ദര്യമുള്ള ആളാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വചനമാകുന്ന കണ്ണാടി പറഞ്ഞു നിനക്ക് തോൽവിയില്ല, നിനക്ക് ജയം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ നിന്നെ എല്ലായിടത്തും ജയോത്സവമായി നടത്തും. ഇതെല്ലാം കണ്ടതാ. ഇനി എന്തു പറയണം? അത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം, അത് തന്നെ വിശ്വസിക്കണം. യേശു പറഞ്ഞു ഞാൻ ഉയരത്തിൽ നിന്ന് വന്നത്, നിങ്ങൾ ലോകത്തിലുള്ളവർ, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നത്, എന്റെ പിതാവിന്റെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്റെ. യേശു പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നു. ഇതുപോലെ നമ്മളും പറയണം. വിശ്വസിക്കണം, പറയണം, വിശ്വസിക്കണം, പറയണം, വിശ്വസിക്കണം, പറയണം. അങ്ങനെ ആകുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണാടി നോക്കിയിട്ട് മുഖം മറന്നു കളയല്ലേ. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക, വിശ്വസിക്കുക, അത് തന്നെ ഏറ്റുപറയുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.